നമുക്ക് ഇന്നൊരു സദ്യ കഴിച്ചാലോ? നമ്മളില്ലേ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഉമ്മന്റെ ഫ്രണ്ട് നമുക്ക് സദ്യ കൊണ്ടുപോയി. സദ്യ അല്ല, സദ്യന്റെ കുറച്ച് കൂട്ടുകൾ. അപ്പൊ നമുക്ക് ഇല വെട്ടാൻ പോവാ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇല വെട്ടൽ. കം. സത്യം ഒന്നും എടുക്കാണ്ട് ഇല വെട്ടാൻ പോന്നെ. സത്യം എടുത്തതാ. ഇല വെട്ടി വരാം, സദ്യ കഴിക്കാൻ വരുന്നു. ഇല വെട്ടി വരാം, സദ്യ കഴിക്കാൻ വരുന്നോ? നിനക്ക് സദ്യ വേണോ? ഏമോ എനിക്ക് ചെരുപ്പില്ലല്ലോ. സാരല്ല, അതാ അതില് ഇതാ ഇതും ചവിട്ടിക്കോ. കം. അത് ഉമ്മ തേച്ചാക്കി വെച്ചതാണ്. അത് ഉമ്മ തേച്ചാക്കി വെച്ച സാല പോട്ടെ. ഇതൊക്കെ ഓളെ വീടിന്റെ ബാക്ക് തന്നെ, അതുകൊണ്ട് അത്രയും കിട്ടി. നമുക്ക് 4 ഇല വെട്ടാം. ഒന്ന് പിടി. മൂക്കൽ തന്നെ വേണോ? വേണ്ടാലോ. മൂക്കൽ തന്നെ വേണോ? ഏതെങ്കിലും ഇല വെട്ടിക്ക. നിങ്ങൾ വിചാരിക്കും പുറമെ ഒന്നും പോകേണ്ട ആവശ്യം. നമുക്ക് ഇല വെട്ടാനും അതേമാതിരി തന്നെ തക്കായാലും എല്ലാം ഇവിടെ തന്നെ. കോഴി കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ എല്ലാരും വീട്ടിലും ഉണ്ടാവൂതല്ലോ. ഓൾമോസ്റ്റ് നിങ്ങൾ വീട്ടിലില്ലാത്ത നോക്കണ്ട. ഇനി ഏതാ? ഇനി 2 ഇലയും കൂടി വേണം അല്ലേ? അവിടെ നമ്മളെ ഇല വെട്ടാൻ വന്നിട്ട് ഒരാളെങ്ങനെ ഉണ്ടാക്കും. മുകളിലതാ നമ്മളെ എന്താ പറയാ തക്കാളി, അതേമാതിരി തന്നെ പലതരം കൃഷികൾ ചെയ്യുന്ന ഒരു ഏരിയ. നമ്മളെ വാപ്പൻ്റെതാണ്. ഈ കാണുന്നതാണ് കോഴിന്റെ കൂട്. കോഴികളാ. തക്കാളി ഉണ്ടോ? തക്കാളിയൊക്കെ ഉണ്ടോ? വലുതായി ഉണ്ടാവുന്നുള്ളൂ. എല്ലാം കാണിച്ചുണ്ടാ ശിക്കായല. ചിക്കനൊക്കെ സെറ്റാക്കി ചിക്കൻ പൊരിച്ചത് സദ്യ. ഇപ്പോൾ ഞങ്ങൾ 2 പേരും മാത്രമാണ് എന്താക്കുന്നത്, സദ്യ കഴിക്കുന്നത്. ബാക്കി ആൾക്കാർ പിന്നെ ഇതിങ്ങനെ അങ്ങോട്ടാണോ ഇടല്? ഇങ്ങനെ തന്നെയല്ലേ ഇടല്? അതിനെന്ത് വേറെ പണിയുണ്ടോ? അടുത്ത നെക്സ്റ്റ് സാധനമായിട്ട് വരാം. ഇല്ല, അതിന് നമുക്ക് ഉപ്പ്, പുളിയിഞ്ചി, മാങ്ങ പുളിയിഞ്ചി. സാധാരണ പുളിയിഞ്ചി അല്ലേ? സാധാ സ്പെഷ്യലാ. മാങ്ങ വെച്ചുള്ള ഒരു പുളിയിഞ്ചിയാ. സാധാരണ നമ്മള് വെറും പുളി മാത്രല്ലേ, ഇതിന് മാംഗോ കൂടി ഉണ്ട്. പഴം. നെക്സ്റ്റ് കൂട്ടുകറി. നിങ്ങള് ഇപ്പൊ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞതിനോട് നിങ്ങൾ ഒഴിവാക്കിയത്. കൂട്ടുകറി ഇത് ഇടുന്നൊക്കെ ആശിക്ക കഴിക്കണം കേട്ടോ. കുറച്ചിട്ടാ മതി. കൂട്ടുകറി എന്ന് പറയുമ്പോൾ തന്നെ വിഷു അല്ലേ? ലീവ് ആയിരിക്കും. എന്ത് എന്നിട്ട് ഞങ്ങൾ ടൗണിൽ പോവാൻ നിൽക്കുന്ന മറന്നുപോയി. ശരിയാ, കഴിക്കണേ. കുറച്ച് മതി. അത് ഇച്ചിരി ചോറും കൊറേ ഈറ്റ സാധനം കഴിച്ചാ മതി. ഉണ്ടോ? നെക്സ്റ്റ് എന്തുപ്പേരി ഉണ്ടാവല്? അങ്ങനൊക്കെ ഉണ്ടോ? ഉപ്പേരിയായാ മതി. കേബേജ് ഉപ്പേരി ഉണ്ടാവല്. നമുക്കിപ്പോ ബീട്രൂട്ട് ഉപ്പേരി, ചിക്കൻ പൊരിച്ചത്. ലാസ്റ്റത്തെ കാല് പിന്നെ അവിടെ പോവുള്ളൂ. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പത്തെ സദ്യയില് ചിക്കൻ പൊരി ഒക്കെ ഉണ്ട്. മീൻ പൊരിച്ചത് അല്ലെങ്കിൽ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഫുള്ള് മാറി. ഇച്ചോളൊക്കെ സദ്യ വിളിക്കുമ്പോ ചിക്കൻ പൊരിച്ചൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചോറ് വേറൊരു സംഭവം ഉണ്ട്, അറിയോ? ഈ പായസ പപ്പടം കൂടി തിന്നുന്ന സംഭവം ഉണ്ട്. പപ്പടത്തിൽ പോയിച്ചിങ്ങനെ തിന്നു. എനിക്ക് കുറച്ച് ചോട്ടാ മതി. പായസം തന്നെ. പായസം എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ജിനിയേച്ചി സ്പെഷ്യൽ അതെല്ലാം മതി. മതി. ഇതൂടെ. അപ്പൊ ഇവന്റെ ഒരു അയൽവാസി ഉണ്ട്. അപ്പൊ വിഷുവായിട്ട് ഓല് കൊണ്ടുപോയി തന്നാൽ കുറെ എന്താ പറയാ സദ്യന്റെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് പെട്ടെന്ന് കിട്ടിയ സമയത്ത് ഇങ്ങനെ വായന്റെ വിലൊക്കെ വായൊക്കെ വെച്ചാക്കാ. അടുത്ത സാധനം കാണിച്ചു തരാം. സാമ്പാർ ആളിവിടെ തിരക്കില്ല. കാണിച്ചു തരാം. സാമ്പാർ കഴിഞ്ഞില്ലേ? ഇത് അയൽവാസല്ല, ഉമ്മാന്റെ ഫ്രണ്ടാണ്. വിമ്മന്റെ ഫ്രണ്ടാ ജിനേശി. ഇവരിപ്പം കൊണ്ടേ തന്നു പോയതല്ലേ? ഇപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ നമ്മളെ
വിഷു വിഷു സദ്യ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി നിങ്ങൾക്ക് ആരോ വിഷു സദ്യ ഉണ്ട് തോന്നിട്ടായിരുന്നു? നമ്മക്കോ ആ നമ്മൾ എന്നിട്ട് അങ്ങോട്ട് വന്ന് കഴിക്കാനൊക്കെ വന്ന് അത് ഇവിടെ ഉണ്ടാക്കിയത്. അത് വിഷു അല്ല, അത് ഉമ്മാന്റെ കുടുംബശ്രീന്റെ പരിപാടിയാ. ആ കുടുംബശ്രീ പരിപാടി അല്ലേ? അത് ഓണത്തിന്. ആ ഓണത്തിന്. നൈസ്. അങ്ങനെ ജിനിയച്ചിന്റെ സാമ്പാറും എല്ലാം അടിപൊളി. സദ്യ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റില്ല. നമ്മള് വിരളമായിട്ടില്ല സദ്യ കഴിക്കലുള്ളൂ. ഇവിടെ ഒരു കൈ അവിടുന്ന് അടിച്ചു വിടാണ്. എങ്ങനെയുണ്ട് പായസം? ആദ്യം കുടിച്ചു പോയതാ. ഈ പായസം എനിക്ക് ആദ്യം ഇഷ്ടടി. ചെറുപയർ പായസം അതെനിക്ക് ആദ്യം ഇഷ്ടം. അതൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല ചെറുപയർ പായസം. വീടൊന്നും എത്താനുള്ള സമയമില്ല, സംസാരിക്കാനുള്ള സമയമൊന്നുമില്ല. സദ്യ കണ്ട പിന്നെ സദ്യ കഴിക്കണ്ടേ? സദ്യ ആവട്ടെ എന്തോ ആവട്ടെ, ചിക്കന്റെ കാല് അവർക്ക് നിർബന്ധം. അത്രേ ഉള്ളൂ. ഇപ്പൊ എന്ത് ഫംഗ്ഷൻ ആവട്ടെ ചിക്കന്റെ കാല് വിട്ടിട്ടൊരു കളിയില്ല അല്ലേ? നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് പോയിട്ട് ചെസ്റ്റ് പീസ് ആയാലും വേണ്ടിയില്ല, ഇനിയിപ്പോ ഫുള്ള് ഇറച്ചി പീസ് ആയാലും വേണ്ടില്ല, ഒരു കുഞ്ഞ് കാലിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ അതാണ് അവൾക്ക് വേണ്ടി. കാലെന്നും അവളൊരു വീക്ക്നെസ്സാണ്. കണ്ടോ ചന്ദ്രത്തിന് വെച്ചേ നല്ല സദ്യ. സദ്യ എനിക്ക് സദ്യ ശരിക്കില്ല, നമ്മള് വിചാരിക്കാണ്ട് വന്നൊരു സദ്യ. അതെ. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? സാമ്പാർ. അതല്ല പുളിയിഞ്ചി ഇഷ്ടം. ഈ കൂട്ടുകറി അങ്ങനത്തെ എല്ലാം ഓക്കെയാ, പക്ഷെ സാമ്പാറാണ് മെയിൻ. ഇവിടെ ഇമ്മു വിളിച്ചാണ്. ഇമ്മുന്റെ സൗണ്ട് തന്നെ കേട്ടിട്ട് അതേപോലെ തിരിച്ച് റിപ്ലൈ കൊടുക്കാം. നമ്മള് മറ്റേ സദ്യന്റെ ഊരെടുക്കുമ്പോ ഒരാൾ അവിടുന്ന് കൂട്ടിട്ട് കൊണ്ടുവന്ന അതിപ്പോ നമ്മള് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോ അതിന്റെ വീണ്ടും ഇങ്ങനെ കേൾക്കുമ്പോ അതിന്റെ സൗണ്ട് കേൾക്കുമ്പോ അത് റിപ്ലൈ കൊടുക്കുക. കുത്തക്കെട്ട എന്ത് ചെയ്യണം അറിയാണ്ട് ഇങ്ങനെ കുത്തക്ക കളിക്കണ്ടേ? എവിടൊക്കെ ഇതിനുണ്ടല്ലോ തട്ടത്തിലിട്ടിട്ട് ഞാന് ഇനി ശിക്ഷ കൊടുക്കാൻ പോവാ. ശിക്ഷ കൊടുക്കട്ടെ ഇനി? ആര് ഇതോ നമ്മളെ തൊടാനേ സമ്മതിക്കുള്ളൂ കേട്ടോ. വേറെ ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തൊടാൻ സമ്മതിക്കുന്നുണ്ട് നിങ്ങള്. ആഷിഖാന്റെ ചില പ്രത്യേക തരം സൗണ്ടുകളോട് റിയാക്ട് ചെയ്യും. പാവാണ് എന്തൊക്കെ പറഞ്ഞു. ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ അന്നൊന്നും ഫുഡൊന്നും കഴിക്കും. എല്ലാവരോടും ഒരു ഹാപ്പി വിഷു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാ. തിരിഞ്ഞേക്ക് അവിടെ പോയി. ഇവിടെ ക്യാമറ ഇവിടെ ആണ്. പറഞ്ഞിട്ട് നമ്മള് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. പറഞ്ഞു ഒരൊച്ചുണ്ടായി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഞാൻ നുള്ളി ഒച്ചുണ്ടായിപ്പിക്കും. ഒച്ചുണ്ടാക്കി പറയും ഹാപ്പി വിഷു എന്ന് പറയും, ബൈ ബൈ എന്ന് പറയും. നമ്മള് ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ബൈ ബൈ എന്ന് പറയും. അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വ്ളോഗിൽ കാണാം. വലിയ അഹങ്കാരം.